ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പോട്ട്ലി ബട്ടൺ വെച്ചിട്ടൊരു ബ്ലൗസിൻ്റെ നെക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. അതിനായിട്ട് നമ്മൾ ചുരിദാറിലൊക്കെ ചെയ്യുന്നത് പോലെ ക്യാൻവാസ് മുറിച്ച് നമ്മൾ തുണിയിൽ ഫിക്സ് ചെയ്തിട്ട് സൈഡൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കൂടി കണ്ട് ആ ക്യാൻവാസിൻ്റെ തൊട്ടടുത്ത് കൂടി നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഇങ്ങനെ തയ്ച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മറുഭാഗത്ത് ഈ സ്റ്റിച്ചിങ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് നമ്മൾ പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ച് കാണുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഇതുപോലെ പോട്ട്ലി ബട്ടൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് ഓരോ ഇഞ്ച് ഗ്യാപ്പിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ പോട്ട്ലി ബട്ടൺ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് 1 ഇഞ്ച് ഗ്യാപ്പിട്ടത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലേക്ക് പോട്ട്ലി ബട്ടൺ വെച്ചിട്ട് പൈപ്പിംഗ് ഫൂട്ട് കൊണ്ടിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളൂ, നമ്മുടെ ആ ക്യാൻവാസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ മുകളിലേക്കാണ് ഈ ബട്ടൺ വരുന്നത്. ബാക്കി ഭാഗം നമ്മൾ ഇങ്ങനെ ഉൾഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോകുന്നതാണല്ലോ, അതങ്ങനെ ഇരിക്കുമ്പോഴാണ് കറക്റ്റ് ബ്ലൗസിൻ്റെ മുകളിലേക്ക് ഈ ബട്ടൺ വന്ന് നിൽക്കുകയുള്ളൂ. ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ്റെ ലൈനിങ് ആണ്. ആ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ബ്ലൗസിൻ്റെ തുണി എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ആ പോട്ട്ലി ബട്ടണൊക്കെ വെച്ചിട്ടുള്ള ചെയ്തിട്ടുള്ള ക്യാൻവാസ് വെച്ച് കൊടുക്കുകയാണ്. ആ ബട്ടൺ വെച്ച ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ, അടിഭാഗത്ത് വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ക്യാൻവാസ് വെച്ച് കൊടുത്തത്. ഇനി ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത ശേഷം ഈ സെൻറ്റർ ഭാഗം കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ക്യാൻവാസ് അങ്ങോട്ടൊക്കെ തെന്നി നമുക്ക് കറക്റ്റ് അളവ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെൻറ്റർ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പിൻ ചെയ്തിട്ട് നമുക്ക് തയ്ച്ചെടുത്താലും മതി. ഇനി ഇതുപോലെ ഈ സൈഡിലെ തുണി നമുക്ക് കറക്റ്റായിട്ട് വെച്ച ശേഷം ഇവിടെ തയ്ച്ചു കൊടുക്കാം. ക്യാൻവാസിൻ്റെ അടുത്തോട്ട് ചേർന്നിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇവിടെ തയ്ക്കുമ്പോഴത്തേക്കും ആ അടിയിൽ പോട്ട്ലി ബട്ടൺ വെച്ചിട്ടുള്ള ആ കെട്ട് വരുന്നൊരു ഭാഗം കൊണ്ടിട്ടാണ് ആ തയ്ക്കുന്നത്. അവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സ്പീഡിലങ്ങ് അടിച്ചെടുക്കാൻ പറ്റില്ല. ആ കെട്ട് അവിടെ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഒന്ന് സ്ലോ ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. ഇവിടെ ആ ഉള്ളിലത്തെ തയ്യൽ തുമ്പും നമ്മുടെ ക്യാൻവാസിൻ്റെ താഴേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ വെച്ച് ഉള്ളിൽ നിൽക്കുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ പതിച്ചടിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഉള്ളിലേക്ക് മറിച്ച് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് വരിക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അറ്റത്തേക്ക് ചേർത്തിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്യാൻവാസിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഒന്നെങ്കിൽ ഉള്ളിലേക്ക് വെച്ച് ആ ലൈനിങ്ങിനോട് ചേർത്ത് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഹെം ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക അതിനനുസരിച്ചിട്ട് അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ബ്ലൗസ് ഫുൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ കൂടാതെ ഫ്രണ്ടിലും പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവിലും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.